ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗ് അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു വ്ളോഗ്. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു രാത്രി ഇവിടുന്ന് 9 മണിയൊക്കെ ആയപ്പോൾ ഒരു ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി. അപ്പോൾ കൊല്ലത്ത് അൽ ഹയാത്ത് എന്ന് പറഞ്ഞൊരു ഫുഡ് സ്പോട്ടിൽ നമ്മളെത്തി. ഫുഡ് സ്പോട്ടല്ല, രാത്രിയായപ്പോൾ വിശന്നിട്ട് വയ്യ. അങ്ങനെ പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തി. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നത് പൊറോട്ട. ആൻഡ് ബേബിക്ക് ഇപ്പോൾ പൊറോട്ട ഭയങ്കര ദേഷ്യമാണ്. അവൾ ഹെൽത്തി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അയൻ ബേബിക്ക് അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് പൊറോട്ട പറഞ്ഞു. പിന്നെ ഒരു വൈറ്റ് സോസിലുള്ളൊരു ചിക്കൻ ഗ്രില്ലുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നമുക്കുള്ള സാധനമാണ് ചില്ലി ബീഫും ബസ് അടിപൊളി. അങ്ങനെ അതേ നമ്മൾ അങ്ങോട്ടും കഴിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടായിരിക്കും? ഓഫ് കോഴ്സ് ടു ട്രിവാൻഡ്രം. അങ്ങനെ രാത്രി ഒക്കെ പോകാനായിട്ട് നല്ല വൈബായിട്ട് 1 മണി 2 മണിക്കൊക്കെ റോഡിലൊക്കെ സ്റ്റേ ചെയ്യാൻ തന്നെ നല്ലത്. പിന്നെ അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു ഹോട്ടലിലെത്തി. ഹോട്ടൽ ഗ്രാൻഡ് പാർക്ക്, ക്യാപിറ്റൽ പാർക്ക്, അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടി. ഞങ്ങൾ ഇന്ന് രാത്രി അവിടെ സ്റ്റേ. പക്ഷേ രാവിലെ ആകുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വീടിൻ്റെ പാല് കാച്ചാണ് ഗൈസ്. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇനി നോമ്പൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സോ ഇതൊക്കെയായിരുന്നു ഹോട്ടലിൽ. അടിപൊളി ആംബിയൻസ്, പറയാതിരിക്കാൻ മേല. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഇറങ്ങണം. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് വീഴുക. മണി 2 എന്നിട്ട് ആ കൊച്ചു ഉറങ്ങാത്തതുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് പ്രവർത്തനമൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി രാവിലെ എഴുന്നേറ്റൊന്ന് മേക്കപ്പൊക്കെ ഇടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നോക്കി. അങ്ങനത്തെ അയൻ ബേബി ഞാൻ വരാൻ നേരത്ത് അവിടുത്തെ ബുക്കൊക്കെ ഇരുന്ന് മറിച്ച് നോക്കുന്നു. ഭയങ്കര പ്രോ ആള്. അങ്ങനെ ഇതൊക്കെ ഇത്രയും വെറൈറ്റിയൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, സാലഡ്, പിന്നെ സീ ഫുഡ്, ഇന്ത്യൻ ഫുഡ്, പിന്നെ കുറേ ലിക്കർ ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് നോക്കി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് നമ്മളധികം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും 11 മണിക്ക് ചെക്ക് ഔട്ട് ആകേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ഈ വീടെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക, ഓൾമോസ്റ്റ് ഒരു 8 വർഷമായിട്ട് പണിത് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരി സുബിനയുടെ ഇന്ന് ഇൻഡക്ഷൻ കുക്കറൊക്കെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അവിടെ അടുപ്പൊന്നും വേണ്ടെന്ന് വെച്ചില്ല, അടുപ്പിൻ്റെ സാധനങ്ങളൊന്നും വെച്ചില്ല. അപ്പോൾ ഇനി റെൻറ്റിന് കൊടുക്കേണ്ടതുകൊണ്ട് അവരുടെ ആവശ്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പാല് ഇപ്പോൾ പൊങ്ങും നേരത്തെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ഒരുപാട് ആരും വിളിച്ചില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കുക്കീസും പാലൊക്കെ ആയിട്ട് പോയി പാല് കാച്ചി എല്ലാവർക്കും കൊടുത്തു. പിന്നെ അവിടുന്ന് തന്നെ ചായ ഉണ്ടാക്കി. പക്ഷേ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഞാൻ അരിപ്പ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചായ നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റില്ല, പാല് തന്നെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ വന്നു. ഇതാണ് ഞങ്ങളുടെ MR പ്രോപ്പർട്ടിയുടെ ഓണർ, അതായത് നമ്മുടെ സ്വന്തം ഫസിൽ. അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിന് പേരിട്ടത് MR എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായിൽ പോയതിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ അടിച്ചിട്ടാണ് ആ പേര് ഞങ്ങൾ ഇട്ടത്. ഇതൊക്കെ അവിടെ പണി നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക് ടു ദി ഹോട്ടൽ. ഇനി നമുക്ക് ബാക്കി ഉറക്കമൊക്കെ പെൻഡിങ് ഉണ്ട്. കാരണം വെച്ചാൽ ഫസ്റ്റിൽ രാത്രി അത്രയും ഡ്രൈവ് ചെയ്തതല്ലേ, അതുകൊണ്ട് നല്ല ഉറക്കമുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയും പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഒരു 8 മണി 9 മണി ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9:30 ടൈമൊക്കെ ആകുമ്പോൾ ആകും. അങ്ങനെ ആ ടൈമിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും വന്നിടന്നുറങ്ങി. പിന്നെ ഒരു 11 മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന പരുവത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ. അങ്ങനെ നീളമുള്ളൊരു കണ്ണാടി കണ്ടാൽ എന്തായാലും നമ്മുടെ നിയന്ത്രണമൊക്കെ പോകും, നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ദുബായി പോയതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞങ്ങൾക്ക് ഓർമ്മ വന്നു ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് രാവിലത്തെ മെനു എന്ന് പറയുന്നത് പൂരി, കിഴങ്ങാറി, പിന്നെ ചിക്കൻ സ്റ്റൂ, പിന്നെന്തുമായിരുന്നു സോസേജ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, കോൺഫ്ലേക്സ്, ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. സോസേജ് എനിക്ക് വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ബീഫ് സ്റ്റൂ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ല വൈറ്റ്, നല്ല കുറുകുറായിരിക്കുന്ന കറി. അങ്ങനെ ആസ് യൂഷ്വൽ ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ ഞാൻ പിടിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിക്കും. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്ന് അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് അയൻ ബേബി അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈമായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്രയാകാണ് ഗൈസ്.
അങ്ങനെ നമ്മുടെ യാത്ര ചെന്നെത്തിയത് നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിലാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ റൈഡിൻ്റെ കൂപ്പൺ, അതായത് നമ്മുടെ ഇത് റീചാർജ് ചെയ്യണമായിരുന്നു, കാർഡ് റീചാർജ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രീ റൈഡും കൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചിരി ധൈര്യം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ രണ്ടിലും ഒന്നിലും കയറിയില്ല. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം അന്നെന്തോ സ്കൂളിൻ്റെ ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൈഡ്സും ഭയങ്കര റഷായിരുന്നു. അങ്ങനെ ഇതൊരെണ്ണം അവിടെ ഫ്രീ ആയിരുന്നു, ഞങ്ങൾ കയറി. പക്ഷേ അത് കളിക്കേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും കുറേ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങൾ അടുത്ത റൈഡിൽ കയറാൻ പോവാണ്, അതായത് നമ്മുടെ കാർ ഓടിക്കുന്നത്. അപ്പം എനിക്ക് സംഭവം അറിയത്തില്ല. പിന്നെ അവരൊക്കെയാണല്ലോ പോളിടെക്നിക്കൊക്കെ പഠിച്ച് ഭയങ്കര ഡ്രൈവിങ് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ. അങ്ങനെ അവർ സ്വസ്ഥമായിട്ട് ഓടിക്കാമെന്ന് എഴുതിയപ്പോഴത്തേക്ക് അതാ എവിടെ നിന്നാണോ അത്രയും പിള്ളേർ വന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ അങ്ങോട്ട് വണ്ടി ഓടിക്കലായി, ഇടിയായി, ബഹളമായി. ഇത് എനിക്കൊന്ന് എവിടുത്തെ സ്കൂളിലാണെന്ന് അറിയത്തില്ല. എന്തായാലും പിള്ളേരുടെ ഇടയ്ക്ക് അവർ ഭയങ്കര പാടുപെടുന്നുണ്ട്. എന്നുവെച്ചാൽ ആരും ഇല്ലാത്ത സമയത്തൊന്ന് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിക്കാമല്ലോ എന്ന് കരുതി പോയ ആൾക്കാരാണ് അവിടുന്ന് ഇവിടുന്ന് ഇടിയും അടിയും ഒക്കെ വാങ്ങിച്ച്. അയിൻ ബേബിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടല്ലേ ഈ വണ്ടിയൊക്കെ ഇടിക്കാൻ തന്നെ അവൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട. അങ്ങനെ പയ്യെ ആരെയും ഇടിക്കാതെ പോകാൻ നോക്കിയിട്ട് അവർ ഇങ്ങോട്ട് വന്ന് ഇടിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം പോയി. പിന്നെ അതായിട്ട് നമ്മുടെ ലുലുവിൽ മെയിനായിട്ട് പോകുന്നൊരു സ്പോട്ടാണ് ക്രോസ് വേർഡ്. അപ്പോൾ അവിടെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ആ സ്വഭാവം ഇല്ല ബുക്ക് വായിക്കുന്നത്. ബുക്കിൻ്റെ കവറൊക്കെ കാണുമ്പോൾ നല്ല രസമാണല്ലോ. ഇത് ഞാൻ എല്ലാവരും റീൽസ് ഇടുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, ഇക്കിഗായി ആ സാധനം. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചയായി, ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ പാരഗണിലാട്ടോ കയറിയത്. പാരഗൺ സ്ഥിരം നമ്മൾ കയറിയാൽ മെയിനായിട്ട് എനിക്ക് ബിരിയാണി ആണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് അതിൻ്റെ അച്ചാർ ആൻഡ് തേങ്ങാ ചമ്മന്തി, മൈ ഓൾ ടൈം ഫേവറേറ്റ്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴത്തേക്ക് എന്താ സന്തോഷം. ഞാനോർത്ത് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്ന്. എവിടുന്ന് നല്ല തിരക്കായിരുന്നു. നമ്മളവിടെ ഇരുന്ന് കുറേ ആൾക്കാരൊക്കെ വന്ന് ടോക്കൺ ഒക്കെ വിളിച്ചിട്ടാണ് പിന്നെ നമുക്കവിടെ ഫുഡ് കഴിക്കാൻ എത്തുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വീട്ടിലോട്ടൊന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ രാത്രിയായപ്പോഴത്തേക്ക് കോഫി കുടിക്കാൻ, രാത്രി എന്ന് പറയുമ്പോൾ ഒരു 7-8 മണി, കാരണം ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ വിശക്കും. പിന്നെ ഫസിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഫസിലിൻ്റെ റിലേ പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല മാക്കിലെ കോഫി. ഇതാണ് ടോർട്ടിയ ബാഗ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് ഇങ്ങനത്തെ ഒരു ഓഫറില്ലായിരുന്നു മാക്കിൽ. അങ്ങനെ എനിക്ക് ആ ഫൈനൽ ടോർട്ടിയ ബാഗ് കിട്ടി. അപ്പോൾ നമ്മൾ ബർഗർ പിന്നെ ഫ്രൈസും നഗറ്റ്സും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ സിംഗർ ബർഗർ കേട്ടോ. അപ്പം എനിക്ക് അവിടുത്തെ കോഫി, മെയിനായിട്ട് നമ്മൾ മാക്കിൽ പോകുന്നത് കോഫി കുടിക്കാൻ ഒരു രക്ഷയില്ല. ആ കോഫി കുടിച്ചാൽ എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഫുൾ സെറ്റാണ്. അപ്പോൾ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത്, ഷുഗർ വേണ്ടവർക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തവർ ആഡ് ചെയ്യണ്ട. പക്ഷേ ഒരിച്ചിരിയെങ്കിലും ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിൽ അത്രയും കയ്പിന് നമ്മൾ ബീറ്റ് ചെയ്യണ്ടേ. അപ്പോഴത്തേക്ക് അതൊക്കെ ആക്കി മിക്സ് ചെയ്ത് കഴിച്ച്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം വ്ലോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.